അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ, കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും, അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നടനെ കുറിച്ച് പറയുന്നു, രാത്രികാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാൻ എന്ത് ഭാഗം ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം, അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്നൊരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥരാകും. ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല. ഇപ്പോഴും പക്ഷേ ആ നടി പുറത്താണ്. ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അവര് മരിച്ചുപോയി എന്നൊക്കെ കരുതുന്നു എന്നൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് ആ 2020 എന്ന സിനിമ എടുക്കുന്ന രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ ആ 2020യുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല. അല്ല, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, കോടതിയിലിരിക്കുന്ന ഒരു മാറ്റർ അല്ലേ അത്. നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു. നമ്മളിപ്പോ സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നു, എത്രയും വേഗം നടപ്പിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. നല്ല നിലപാടാണ്. പക്ഷെ അതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുകയാണ്. കാസ്റ്റിംഗ് കൗച്ച് ആവട്ടെ, പവർ ഗ്രൂപ്പ് നിഷേധിച്ചിട്ടില്ല. ആരോപണം നിഷേധിച്ചു എന്ന് പറയല്ലേ. കംപ്ലീറ്റ് ചെയ്തു. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഈ കാസ്റ്റിംഗ് കൗച്ച് നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട്? അല്ല, ഒരിക്കലും അല്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. പറഞ്ഞിട്ട് സർ, അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ആർക്കെല്ലാം അങ്ങ് ക്ലീൻ ചിറ്റ് കൊടുക്കും ഈ ഒരു അവസരം? അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത്. അങ്ങനെ നമ്മൾ ആരെയും സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം. 506 പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 506 പേരെയും ഒരേപോലെ കാണാനേ സാധിക്കുള്ളൂ, ഓരോ മെമ്പേഴ്സിനോട്. അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഞാൻ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാനും സാധിക്കും. അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ല, പവറില്ല. ഏതാണ്? ഞാനത് വിശദമായിട്ട് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇല്ല,
അതിന് പ്രധാനപ്പെട്ട കാരണം എന്നാൽ ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധ തെളിവുകൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊക്കെ പുറത്ത് ഒഴിവാണെങ്കിൽ ആ പുകമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കി കൂടെ മാറും തീർച്ചയായിട്ടും മാറും. അല്ല, അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത്. പുറത്തു വരണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുദ്ര വെച്ച കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാൻ അത് വരട്ടെ. ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം അതിന് ആവശ്യങ്ങൾ വരട്ടെ. അല്ല, ഹർജി കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചില്ല, അതിന്റെ ആവശ്യമില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് തുറന്ന നിലപാടല്ലേ? താങ്കൾ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അതെ, സ്വാഭാവികമായും താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ ഹർജിയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ അല്ല, നമ്മള് അതിൽ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ടുവരാൻ. അല്ല, നമ്മൾ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഇനി പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല, അതില് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. താങ്കളുടെ ഒരു ഉത്തരങ്ങളിലും ആ ഒരു പരാതിയുള്ളവരെ സഹായിക്കാനായിട്ട് പോലീസിൽ പരാതിയുള്ളവർ അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ തീർച്ചയായിട്ടും മുൻ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെതിരെ പേരെടുത്തു പറഞ്ഞ ഒരു നടി രംഗത്തെത്തിയിരുന്നു. 2018 അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്, ആരുടെയും പേരെടുത്തു പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഈ പേരെടുത്തു പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു, അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നു? ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കും? തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇന്നലെയാണ് ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നത്. ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇന്നലെ ഇത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അല്ല, ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് 2 പെൺകുട്ടികൾ എന്റെ കൂടെ ഇരിപ്പുണ്ട്. അവരോടും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അവർ ഇത്രയും കാലം ഈ സംഘടനയിലും ഇൻഡസ്ട്രിയിലും ഉണ്ടായ ആളുകളാണ്.